ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ICICI ബാങ്ക് മിനിമം ബാലൻസ് 50,000 രൂപയായി ഉയർത്തി. നഗരപ്രദേശങ്ങളിലെ നിക്ഷേപകർക്കാണ് ഇത് ബാധകമാവുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കുകളിലൊന്നായ ICICI ശരാശരി മിനിമം ബാലൻസ് 50,000 രൂപയായി ഉയർത്തി. നഗരപ്രദേശങ്ങളിലെ നിക്ഷേപകർക്കാണ് ഇത് ബാധകമാവുക. താമസിയാതെ തന്നെ എല്ലാ അക്കൗണ്ടുകളുടെയും മിനിമം ബാലൻസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരാഴ്ച മുമ്പ് വരെ മിനിമം ബാലൻസ് 10,000 രൂപയായിരുന്നു. 2025 ഓഗസ്റ്റ് 1 മുതൽ ICICIയിൽ അക്കൗണ്ട് തുറക്കുന്ന എല്ലാ പുതിയ ഉപഭോക്താക്കളും ഉയർന്ന മിനിമം ശരാശരി പ്രതിമാസ ബാലൻസ് നിലനിർത്തേണ്ടതുണ്ട്. ആഭ്യന്തര ബാങ്കുകളിൽ ഇതാണ് ഏറ്റവും ഉയർന്ന മിനിമം ബാലൻസ്. രാജ്യത്ത് ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 മിനിമം ബാലൻസ് നിയമം റദ്ദാക്കിയിരുന്നു. മിക്ക ബാങ്കുകളും ശരാശരി ബാലൻസ് തുക നിലനിർത്തിയില്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും പിഴ ഈടാക്കുന്നു. സാധാരണയായി 2,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഇടയിലാണ് മിനിമം ബാലൻസ് ബാങ്കുകൾ ആവശ്യപ്പെടുന്നത്. സെമി അർബൻ റൂറൽ ശാഖകളിൽ ICICIയുടെ ഏറ്റവും കുറഞ്ഞ SB അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ 25,000-നും 10,000-നും ഇടയിലാണ്. HDFC ബാങ്കിന് നഗര മെട്രോ ശാഖകളിൽ 10,000 രൂപയും അർദ്ധ അർബൻ ശാഖകളിൽ 50,000 രൂപയും ഗ്രാമീണ ശാഖകളിൽ 2,500 രൂപയുമാണ് മിനിമം ബാലൻസ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൈക്രോസോഫ്റ്റിനെ OpenAI ജീവനോടെ ഭക്ഷിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇലോൺ മസ്ക്. മൈക്രോസോഫ്റ്റ് AI മോഡലായ GPT-5 അവതരിപ്പിച്ചതിനു പിന്നാലെയാണ് മസ്കിന്റെ പ്രസ്താവന. മൈക്രോസോഫ്റ്റിനെ OpenAI ജീവനോടെ ഭക്ഷിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇലോൺ മസ്ക്. OpenAIയുടെ ഏറ്റവും പുതിയ AI മോഡലായ GPT-5 അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റ് മേധാവി സത്യ നദല്ലയ്ക്ക് മസ്ക് മുന്നറിയിപ്പ് നൽകിയത്. മൈക്രോസോഫ്റ്റിന്റെ വിവിധ ഉൽപ്പന്നങ്ങളിൽ GPT-5 മോഡലിന്റെ കഴിവുകൾ അവതരിപ്പിച്ചായി അറിയിച്ചതുകൊണ്ട് സത്യ നദല്ല പങ്കുവച്ച എക്സ്പോസ്റ്റിന് കീഴിലാണ് മസ്കിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇതിന് നദല്ല മറുപടിയും നൽകിയിട്ടുണ്ട്. 50 വർഷമായ ആളുകൾ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അതിലെ തമാശ എന്നായിരുന്നു നദല്ലയുടെ പ്രതികരണം. ഓരോ ദിവസവും നിങ്ങൾ പുതിയതെന്തെങ്കിലും പഠിക്കുന്നു, പുതിയവ കണ്ടെത്തുന്നു, പങ്കാളിത്തമുണ്ടാക്കുന്നു, മത്സരിക്കുന്നു. അഷ്വറിൽ ഗ്രോക്ക് 4 ആവേശമുണ്ട്. ഗ്രോക്ക് 5 കാത്തിരിക്കുന്നു, നദല്ല പറഞ്ഞു. OpenAIയിലെ ഏറ്റവും വലിയ നിക്ഷേപകരാണ് മൈക്രോസോഫ്റ്റ്. കമ്പനിയുടെ കോ പൈലറ്റ്, AI അസിസ്റ്റന്റ് ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള AI ഫീച്ചറുകളെല്ലാം OpenAIയുടെ GPT മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI അപകടകാരി, ടെർമിനേറ്റർ ശൈലിയിൽ മഹാദുരന്തത്തിന് സാധ്യത. മുന്നറിയിപ്പുമായി ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആയുധ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാൽ ടെർമിനേറ്റർ സിനിമകൾ കാണിച്ചതുപോലെയുള്ള അരാജകത്വം നിറഞ്ഞ ഭാവി പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന് ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ. ആധുനിക യുദ്ധരംഗത്തെ കാര്യങ്ങളെല്ലാം അതിവേഗമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ എടുക്കേണ്ടി വരും. ആ വേഗം കൈകാര്യം ചെയ്യാനും വിവരങ്ങൾ വളരെ വേഗം പ്രോസസ് ചെയ്യാനും സൂപ്പർ ഇന്റലിജന്റായ AI വേണ്ടി വന്നേക്കാം. തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യർ തന്നെയാണ് നല്ലത്. എന്നാൽ മനുഷ്യർക്ക് തെറ്റുപറ്റിയേക്കാം. പണ്ട് മനുഷ്യർക്ക് പറ്റിയ തെറ്റുകൾ ആണവയുദ്ധങ്ങളിൽ വരെ എത്തിയേക്കാമായിരുന്ന വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം AIയുടെ നിയന്ത്രണത്തിലാകുന്നതാണോ അതോ മനുഷ്യരുടെ മേൽനോട്ടത്തിലാകുന്നതാണോ ഏതാണ് നല്ലതെന്ന് അറിയില്ലെന്നും കാമറൂൺ പറഞ്ഞു. മികച്ച സയൻസ് ഫിക്ഷൻ സിനിമാ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് കാമറൂൺ സംവിധാനം ചെയ്ത ടെർമിനേറ്റർ. ടെർമിനേറ്റർ 7 എന്ന ചിത്രത്തിന്റെ അണിയറ ജോലികൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം. ആധുനിക സാങ്കേതിക വിദ്യകൾ താൻ സൃഷ്ടിക്കുന്ന സാങ്കല്പിക ലോകത്തെ അതിവേഗം മറികടക്കുന്നതാണെന്നും ഈ കാലത്ത് സയൻസ് ഫിക്ഷൻ സിനിമകൾ എഴുതുന്നത് തനിക്കേറെ പ്രയാസകരമായി മാറിയിരിക്കുന്നുവെന്നും കാമറൂൺ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൊവ്വ ദൗത്യത്തിന് ഇറ്റലിയും. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റാണ് ചൊവ്വ ദൗത്യത്തിന് ഇറ്റലി ഉപയോഗിക്കുന്നത്. സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ ആദ്യ വാണിജ്യ വിക്ഷേപണങ്ങളിൽ ഒന്നാണ് ഇത്. സ്റ്റാർഷിപ്പ് റോക്കറ്റ് ഉപയോഗിച്ച് റെഡ് പ്ലാനറ്റിലേക്കുള്ള ആദ്യ വാണിജ്യ ദൗത്യങ്ങളിലൊന്നിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ അയക്കുന്നതിനായി സ്പേസ് എക്സുമായി രാജ്യം ആദ്യമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇറ്റാലിയൻ ബഹിരാകാശ ശാസ്ത്രത്തിനും ചൊവ്വയെക്കുറിച്ചുള്ള സ്പേസ് എക്സിന്റെ അഭിലാഷ പദ്ധതികൾക്കും ഇത് ഒരു വലിയ ചുവടുവയ്പ്പാണ്. ചെടികൾ വളർത്തുന്നതിനുള്ള പരീക്ഷണ ദൗത്യം, കാലാവസ്ഥാ നിരീക്ഷണം, റേഡിയേഷൻ സെൻസർ തുടങ്ങിയ ശാസ്ത്ര പരീക്ഷണ ദൗത്യങ്ങളാണ് ഇറ്റലി ചൊവ്വയിലേക്ക് സ്റ്റാർഷിപ്പ് റോക്കറ്റിലൂടെ അയക്കുക. 6 മാസക്കാലം നീളുന്ന യാത്രയ്ക്കാണ് ഇറ്റലി പദ്ധതിയിടാനൊരുങ്ങുന്നത്. 2026 ചൊവ്വയിലേക്കുള്ള സ്റ്റാർഷിപ്പിന്റെ ആദ്യ വിക്ഷേപണം നടത്താനാണ് സ്റ്റാർഷിപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിട്ടേൺ ടിക്കറ്റുകൾക്ക് റെയിൽവേ 20% ആനുകൂല്യം പ്രഖ്യാപിച്ചു. എല്ലാ ക്ലാസുകളിലും ട്രെയിനുകളിലും ഈ പദ്ധതി സാധുവായിരിക്കും.
ഉത്സവ സീസണിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ രീതി നടപ്പാക്കുന്നത്. യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മടക്കയാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് റിട്ടേൺ ടിക്കറ്റിന്റെ നിരക്കിൽ 20% കിഴിവ് ലഭിക്കും. റൗണ്ട് ട്രിപ്പ് പാക്കേജ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഓഫർ ഓഗസ്റ്റ് 14 മുതൽ പ്രാബല്യത്തിൽ വരും. റെയിൽവേയുടെ ബുക്കിംഗ് വെബ്സൈറ്റിലെ കണക്റ്റിംഗ് ജേർണി ഫീച്ചർ വഴി 2025 നവംബർ 17-നും 2025 ഡിസംബർ 1-നും ഇടയിൽ മടക്കയാത്രകൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് ടിക്കറ്റിൽ ഇളവ് ലഭിക്കുക. മാത്രമല്ല, ആദ്യ യാത്ര 2025 ഒക്ടോബർ 13-നും 2025 ഒക്ടോബർ 26-നും ഇടയിലുള്ള യാത്രാ കാലയളവിലും ആയിരിക്കണം. യാത്രാ ടിക്കറ്റുകളും മടക്കയാത്രാ ടിക്കറ്റുകളും ഒരാളുടെ പേരിൽ തന്നെ ബുക്ക് ചെയ്യുകയും 2 ടിക്കറ്റുകൾ ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ടിക്കറ്റിൽ ഇളവ് ലഭിക്കുകയുള്ളൂ. ഈ സ്കീമിന് കീഴിലുള്ള റിട്ടേൺ ടിക്കറ്റ് ബുക്കിംഗ് ARP നിയമങ്ങൾ ബാധകമല്ല. 20% ഇളവ് റിട്ടേൺ യാത്രയുടെ അടിസ്ഥാന നിരക്കിൽ മാത്രമായിരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.